നമസ്കാരം. വിശ്വമാനവികം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന ഒരു വിഷയം, യാദൃശ്യമായിട്ട് ഞാൻ FBയിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇന്ന് കണ്ട ഒരു വീഡിയോയാണ്. ആ സുഹൃത്തിനെ ഞാൻ നേരത്തെ കണ്ടതായിട്ടൊന്നും ഓർക്കുന്നില്ല. സലാം എന്നോ മറ്റോ ആണ് പേര്. അദ്ദേഹം വന്നിട്ടൊരു വീഡിയോ ഇട്ടിരിക്കുന്നു. അദ്ദേഹം വന്നിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാച്ച് കെട്ടാത്തവരെ ഒരു ഉത്തരവാദിത്വവും ഏൽപ്പിക്കാൻ പറ്റില്ല, അവർ ഉത്തരവാദിത്വ ബോധമില്ലാത്തവരാണ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിരുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നതിനുള്ളൊരു വിഷയം എനിക്ക് കിട്ടി. കാരണം ഞാൻ ഇതേപ്പറ്റി പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. കാരണം എനിക്ക് കുട്ടിക്കാലം മുതലേ വാച്ച് കെട്ടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ വാച്ച് കെട്ടാറില്ല. അപ്പോൾ ഈ വാച്ച് കെട്ടാതെ നടക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സമയത്തിന് വലിയ വില കൽപ്പിക്കാത്ത ആൾക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എന്നാണോ വാച്ച് കെട്ടാതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം താളം തെറ്റിയ സമയം തൊട്ടാണ് ഞാൻ ഈ വാച്ച് കെട്ടുന്നതിൽ വലിയ ശ്രദ്ധ കൊടുക്കാത്തത്. അതിനുമുമ്പ് കൃത്യം വാച്ച് എനിക്ക് നിർബന്ധമായിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാച്ച്, അതുപോലെ തന്നെ കർച്ചീഫ്, പോക്കറ്റിലൊരു പേന, അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളതുകൊണ്ട് കണ്ണട, ഇത്രയും സാധനം എനിക്ക് എവിടെ പോയാലും വേണം. ഞാൻ പിന്നെ ഒരു ബാഗും കൂടെ കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഒരു കാലത്ത് ഏറ്റവും നിർബന്ധം ഉണ്ടായിരുന്നൊരു സാധനമായിരുന്നു ഈ വാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പലരും പറയും, ഇപ്പോൾ വാച്ച് എന്തിനാണ്, മൊബൈൽ ഫോൺ ഉണ്ടല്ലോ എല്ലാവരുടെയും, അതിൽ സമയം നോക്കിക്കൂടെ എന്നാണ്. ഒരിക്കലല്ല. വാച്ചിനെ നമ്മുടെ മൈൻഡിൽ എങ്ങനെയാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പിന്നെ വാച്ചിനെ കുറിച്ചുള്ള എന്ത് സങ്കല്പമാണോ നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നത്, അതേപോലുള്ള ഒരു രീതിയിലല്ല മൊബൈൽ ഫോണിനെ നമ്മുടെ മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് സമയം നോക്കലുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല മൊബൈൽ ഫോൺ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. നമുക്ക് സമയം അറിയേണ്ടപ്പോൾ നമ്മൾ വാച്ച് തന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വാച്ചിനെ മൊബൈലിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു വാച്ച്, അതുപോലെ തന്നെ കർച്ചീഫ് എനിക്ക് നിർബന്ധമാണ്. അതുപോലെ പോക്കറ്റിലൊരു പേന എനിക്ക് മസ്റ്റാണ്. അത് പിന്നെ അതുപോലെ തന്നെ കണ്ണട. ഇത് ഏതെങ്കിലും ഒരു സാധനം ഞാൻ മറന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു പോകും. തിരിച്ചു പോയി ഇത് എടുത്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. കാര്യം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ടുള്ള വസ്തുക്കളാണ്. ഏതൊക്കെയാണ് എന്നെ സംബന്ധിച്ചുള്ളതെന്ന് വെച്ചാൽ ഇതാണ് കർച്ചീഫ്, അതുപോലെ തന്നെ പേന, അതുപോലെ തന്നെ വാച്ച്. ഇപ്പോൾ കുറച്ചാളായിട്ടും കിട്ടുന്നില്ലെങ്കിൽ വാച്ച് എനിക്ക് നിർബന്ധമാണ്. ഇപ്പോൾ പിന്നെ ഫോണും കൂടെ ആയി. അതുപോലെ തന്നെ കണ്ണട. ഇത്രയും സാധനം ഇല്ലെങ്കിൽ ഇനി ഈ കണ്ണട എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ വയ്ക്കാറില്ല. വായിക്കാൻ വേണ്ടി മാത്രമേ വയ്ക്കാറുള്ളൂ. അല്ലാതെ എപ്പോഴും ഞാൻ കണ്ണാടി വെച്ചുകൊണ്ട് നടക്കാറില്ല. പക്ഷേ ഈ കണ്ണാടി മറന്നിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴും തലവേദന വരും. കാരണം ഈ സാധനം എനിക്ക് നിർബന്ധമാണ്. കണ്ണാടിൻ്റെ കയ്യിലുണ്ടാകണം. ഒരു കർച്ചീഫ് എൻ്റെ കയ്യിലുണ്ടാകണം. എനിക്ക് എപ്പോഴും വീർപ്പ് തുടയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, പക്ഷേ ഒരു കർച്ചീഫ് എനിക്ക് എപ്പോഴും ഉണ്ടാകണം. അതുപോലെ പേന, എപ്പോഴും എഴുതേണ്ട ആവശ്യം ഒരിക്കലും വരുന്നില്ല, പക്ഷേ എനിക്ക് പേന ഒരെണ്ണം എൻ്റെ പോക്കറ്റിലുണ്ടാകണം. അതുപോലെ മുമ്പ് ആവശ്യമായിട്ടുള്ളൊരു സാധനമായിരുന്നു വാച്ച്. പക്ഷേ ഇപ്പോൾ കുറച്ചാളായിട്ട് അതില്ല. ഇപ്പോൾ കയ്യിലുണ്ടായിരുന്നൊരു വാച്ച് കേടുപറ്റിയതിന് ശേഷം വേറൊന്നും വാങ്ങാത്തതാണ്. അപ്പോൾ ഞാനും ആ സുഹൃത്ത് പറഞ്ഞുകൊണ്ട് യോജിക്കുകയാണ്. വാച്ച് കെട്ടുക എന്ന് പറയുന്നത് അത് ഉത്തരവാദിത്വമായിട്ട് സമയബോധമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യം തന്നെയാണ്. വാച്ച് കെട്ടി നടക്കുന്ന ആളിലുള്ള ആ ഒരു സമയബോധം, അല്ലെങ്കിൽ സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്ന ഒരാൾ കൃത്യമായിട്ടും വാച്ച്, നമുക്കറിയാം നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് കാലത്തേക്ക് മാത്രം കിട്ടുന്നതാണ്. അതിൽ തന്നെ പകുതി ടൈമും നമ്മൾ ഉറങ്ങി തീർക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ വിരളഞ്ഞൊടിക്കുന്ന ഒരു സെക്കൻഡിന് പോലും വിലയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ല, വാച്ച് കെട്ടാത്ത ആളുകൾ, സ്ഥിരമായി വാച്ച് കെട്ടാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണെങ്കിൽ അവർ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഈ വാച്ച് കെട്ടുന്ന ഒരു ശീലം ഇപ്പോൾ കൊണ്ട് നടക്കുന്നില്ല. കാരണം അതൊക്കെ ഇത് വാച്ച് എന്ന് പറയുന്നത് ഒരു ഔട്ട് ഓഫ് ഫാഷൻ ആയി എന്ന് വേണമെങ്കിൽ പറയാം. വാച്ച് ഇപ്പോൾ പലരും കെട്ടുന്നില്ല. പുതിയ തലമുറയിൽപ്പെട്ടവരൊന്നും വാച്ച് കെട്ടുന്നതല്ല, അവരൊക്കെ അങ്ങനൊരു ശീലവുമില്ല. പക്ഷേ പണ്ട് അങ്ങനെയല്ല. പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമുക്കൊരു വാച്ച് വേണമെന്നുള്ള നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വാച്ച് ഉണ്ടാവുക എന്നുള്ളത്. പണ്ട് ഗൾഫിലൊക്കെ പോയിട്ട് വരുന്ന ആളുകൾ പലപ്പോഴും നമുക്ക് വാച്ചൊക്കെ തരുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വാച്ച് അന്ന് നമുക്ക് അന്നത്തെ ഒരു കയ്യിൽ കിട്ടുന്ന ഒരു അലങ്കാര വസ്തു എന്ന നിലയിലാണ് നമ്മളിത് കെട്ടിത്തുടങ്ങുന്നത്. പക്ഷേ പിന്നീട് മുതിരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. വാച്ചിൻ്റെ കാര്യം മാത്രമല്ല, ഈ വിദ്യാഭ്യാസവും ഇല്ലാത്ത ആരും ഇന്നില്ലല്ലോ. എഴുത്തുമാനെ അറിഞ്ഞിടാത്ത ആരും തന്നെ ഇന്നില്ല. എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു പേന ഉണ്ടാകണം. നമുക്ക് എഴുതേണ്ടി വന്നാലും ഇല്ലെങ്കിൽ ഒരു പേന. അപ്പോൾ ചിലർ ചോദിക്കും, എന്തൊരു നമ്പർ എഴുതണമെങ്കിൽ പോലും മൊബൈൽ ഫോണിൽ അങ്ങ് ഫീഡ് ചെയ്യാമല്ലോ. അല്ല, എന്നാലും നമുക്കൊരു പേന വേണം. അത് നമുക്ക് ഏത് സമയത്തും, നമുക്ക് മാത്രമല്ല, ചിലപ്പം നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ മറ്റൊരാൾക്ക് ചിലപ്പോൾ ഈ പേന ആവശ്യം വരും. അവർക്ക് ചിലപ്പം അവരുടെ കയ്യിൽ ഒരു പേന ഉണ്ടാവില്ല. അത് മാത്രമല്ല, നമുക്ക് തന്നെ എപ്പോഴും ഇത് ആവശ്യം വരാം. അതുപോലെ തന്നെ
ഒരു കർച്ചീഫ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഈ വാച്ച് ഇല്ലാത്ത ആളുടെ കയ്യിൽ പോലും ഒരു കർച്ചീഫും ഒരു പേനയും നിർബന്ധമായിട്ടുണ്ടാകണം. അതുപോലെ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ചിലരൊക്കെ ഈ ഫോണൊക്കെ അവിടെ എവിടെയും കൊണ്ട് വെച്ചിട്ട് മറന്നിട്ടൊക്കെ ഇറങ്ങി എവിടെയെങ്കിലുമൊക്കെ പോകാൻ ശ്രമിക്കാറുണ്ട്. എന്നിട്ട് അവർ കൂളായിട്ട് അങ്ങ് പോവുകയാണ്. ഒരിക്കലും ഇന്ന് ഫോണെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്. ആ സാധനം മറന്നു വെച്ചിട്ട് എവിടെയും പോകരുത്. അത് കൃത്യമായി നമ്മൾ എടുക്കുകയും അത് എവിടെയും വെച്ച് മറക്കാതെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും വേണം. പിന്നെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പരിമിതിയുള്ള ആളുകൾക്ക് കണ്ണട വയ്ക്കുന്നവരാണെങ്കിൽ ഒരിക്കലും അത് മറക്കാൻ പാടില്ല. ഈ സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഒരിക്കലും മറക്കാത്ത, ഒരിക്കലും ഒഴിവാക്കാത്ത ശീലങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ കൊണ്ടു നടക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും എത്തിപ്പെടുമ്പോഴത്തേക്ക് നമ്മൾ വളരെ കുഴപ്പത്തിലായി പോകും. കാരണം നമ്മൾ ചിലപ്പോൾ ഈ കണ്ണട എടുത്തുകൊണ്ട് നടക്കുന്ന ആ സന്ദർഭങ്ങളിലൊന്നും ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യ കാര്യം വായിക്കേണ്ടി വരില്ല. എപ്പോഴാണോ നമ്മൾ ഈ കണ്ണട ഇല്ലാതെ ഒരു ദിവസം പുറത്തു പോകുന്നത്, ആ ദിവസം നിർബന്ധമായും നമുക്ക് ഈ കണ്ണടയുടെ ആവശ്യം ചിലപ്പോൾ വരും. അന്ന് ചിലപ്പോൾ നമുക്ക് അന്നില്ലാതെ ഏതെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് എഴുതാനോ വായിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരും. അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഫോൺ ഇല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ചിലപ്പോൾ നമ്മളെ ഫോൺ കയ്യിരിക്കും. ഞാനൊന്നും ആവശ്യമില്ലാതെ ഫോൺ ചെയ്യുന്ന ആളല്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രം ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്. ഒരാളെ വിളിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ഇതിനകത്ത് ഫോണ് ഒരു ദിവസം കൊണ്ടുപോകാതിരുന്നു കഴിഞ്ഞാൽ അന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ഫോണിലേക്ക് ഏറ്റവും കൂടുതൽ കാൾ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആരെങ്കിലും വിളിക്കേണ്ട അത്യാവശ്യങ്ങൾ വരുന്ന മുഴുവൻ ഇത് കൊണ്ടുപോകാത്ത ആ ദിവസമായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കർച്ചീഫ് ഇല്ലാതെ പോകുന്നു. അപ്പോൾ നമ്മളൊരു കർച്ചീഫ് ഇല്ലാതെ പോകുന്ന ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും വെച്ച്, സാറിന് പുറത്തോട്ടൊന്നും പോകാൻ നമുക്ക് ഈ മുഖമൊന്നും കഴുകേണ്ടതായിട്ടൊന്നും വരാറില്ല. ചിലപ്പോൾ ഈ കർച്ചീഫ് ഇല്ലാതെ എന്നിറങ്ങുന്ന അന്നായിരിക്കും എവിടെയെങ്കിലും വെച്ച് നമ്മുടെ മുഖത്തെന്തെങ്കിലും വണ്ടിയിൽ നിന്ന് ചെളി അടിച്ച് തെറിപ്പിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറവറോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് മുഖം ഒന്ന് കഴുകേണ്ടിയിട്ട്, ആ മുഖം കഴുകേണ്ടി വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പാൻസിരുന്ന ആളുടെ സമയത്താണെങ്കിൽ പിന്നെ പെട്ടത് തന്നെ. കാരണം ഇത് മുണ്ടാണെങ്കിൽ മുണ്ടിൻ്റെ തുമ്പെങ്കിലും പിടിച്ചിട്ട് നമുക്ക് മുഖം തുടയ്ക്കാൻ പറയാം. തീർച്ചയായിട്ടും എന്നാണോ കൈലീസ് എടുക്കാതെ നമ്മൾ ഇറങ്ങുന്നത് അന്ന് ചിലപ്പോൾ നമുക്ക് മുഖം കഴുകേണ്ടതായിട്ടും ആ മുഖം തുടച്ച് വൃത്തിയാക്കേണ്ടതായിട്ടും വരുന്ന നമ്മളിത് മറക്കുന്ന ആ ദിവസമായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫോണൊക്കെ ഉണ്ടെങ്കിലും കൂടെ നമുക്ക് സമയം നോക്കി നമുക്ക് ഇപ്പോൾ പോകേണ്ടത് മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ സമയം അപ്പോൾ കയ്യിൽ നമുക്ക് ഇങ്ങനെ വാച്ചിൽ നോക്കുന്നതാണ് അതിൻ്റെ ഒരു യഥം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണോ നമ്മൾ വാച്ച് കെട്ടി എന്നും പോകുന്ന ആൾ ഒരു ദിവസം വാച്ച് കെട്ടായിരുന്നാൽ അന്നായിരിക്കും ഈ വാച്ചിൻ്റെ ഉപയോഗം കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആ സുഹൃത്ത് പറഞ്ഞതിനോട് ഞാൻ വളരെ യോജിക്കുകയാണ്. വാച്ച് കെട്ടുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ്. അതല്ലെങ്കിൽ അയാളുടെ ഒരു സ്വഭാവം അതിൽ ഉണ്ട്. അയാളുടെ ഒരു മൈൻഡ് സെറ്റപ്പിൻ്റെ എല്ലാം ഒരു തെളിവാണ് ഈ വാച്ച് എന്ന് പറയുന്നത്. വാച്ച് കൃത്യമായി കെട്ടി നടക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ മറ്റുള്ള ഈ വാച്ച് കെട്ടാൻ നടക്കുന്ന ആളിനേക്കാളും ചില പ്രത്യേകതകളൊക്കെ, ചില അടുക്കും ചിട്ടകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കാണാൻ പറ്റും. ഈ പ്രായമൊക്കെ ചെന്നിട്ടുള്ള ചില ആളുകൾ അവർ എന്തില്ലെങ്കിലും ഇപ്പോൾ കയ്യിലേക്ക് കൊടുത്തവർ വീട്ടിൽ ഇരിക്കുന്ന സമയത്തോളം ചിലരുടെ കയ്യിൽ ഈ വാച്ച് കാണും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പഴയ കാലത്തെ ആളുകൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും ചില പ്രായമായ ആളുകൾ എവിടെ പോയാലും അവർക്ക് വാച്ച് എന്ന് പറയുന്നത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. കാരണം അവർക്കങ്ങനെ ശീലിച്ചതാണ്. കാരണം ആ വാച്ചിൻ്റെ ഗുണം, വാച്ച് കൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഗുണങ്ങൾ അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം കൂടെ അവർക്ക് സമയം വേണം. അവർ സമയക്രമം അനുസരിച്ച് അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർ എവിടെ പോയിരുന്നാലും അവർ ഈ വാച്ചും കെട്ടിയേ പോകത്തുള്ളൂ. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും, പിന്നെ ഇത് വാച്ച് വാങ്ങാൻ പൈസ ഇല്ലാത്തവരെന്ത് ചെയ്യും? അങ്ങനെയൊന്നും ഉള്ള ചോദ്യത്തിനും പ്രസക്തിയില്ല. ഇപ്പോൾ ഒരു വാച്ചൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അല്പം ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ, ഇപ്പോൾ അങ്ങനെ തീരെ ഒരു വാച്ച് പോലും വാങ്ങാൻ പറ്റാത്ത ആളുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ആളുകളുമുണ്ട്. ആ നിലയിൽ അതിനെ കാണേണ്ട കാര്യമില്ല. അപ്പം വാച്ച് മേടിക്കാൻ പൈസ ഇല്ലാത്തവരെന്ത് ചെയ്യും, ഫോൺ മേടിക്കാൻ പൈസ ഇല്ലാത്തവരെന്ത് ചെയ്യും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ മറു ചോദ്യം, ഇതൊന്നുമല്ല പട്ടിണി കിടക്കുന്ന ഇത്രയെങ്കിലും ആൾക്കാരുണ്ട്, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചല്ല, അത്യാവശ്യം ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ ശേഷിയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഈ വിഷയവുമായി ഒരു വിഷയം വീണ് കിട്ടിയപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും അഭിപ്രായം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.